ഉപജില്ലാ, ജില്ലാ, സംസ്ഥാനതല മത്സരങ്ങളിൽ അഖിൽ സാബു എന്ന വലിയ കായിക പ്രതിഭ നേടിയെടുത്ത മെഡലുകളാണിവ. ഇവ ഒന്ന് തൂക്കിയിട്ട് സൂക്ഷിക്കുവാൻ ബലമുള്ള ഒരു ചുവര് പോലും ഈ കൊച്ചു കൂരയ്ക്കുള്ളിലില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഓലമെയ്യുവാൻ പോലും വകയില്ലാത്ത സാഹചര്യത്തിൽ പടുത വലിച്ചു കെട്ടിയാണ് 4 അംഗ കുടുംബം ഇവിടെ കഴിയുന്നത്. ഈ വീട്ടിലേക്കാണ് സ്കൂൾ അധികൃതരും പഞ്ചായത്ത് അധികൃതരും അഭിനന്ദന വചസ്സുകളും മധുരപലഹാരങ്ങളുമായി വെള്ളിയാഴ്ച കടന്നെത്തിയത്. അഖിലിനെ പാഠ്യേതര രംഗത്ത് ഓമനിച്ചു വളർത്തുന്ന അധ്യാപകരും അനധ്യാപകരും വീട്ടിലേക്ക് ആശംസാ വചസ്സുകളും മധുരപലഹാരങ്ങളുമായി എത്തി അവയെല്ലാം കൈമാറുമ്പോൾ ഈ അമ്മയുടെ കണ്ണു നിറയുകയായിരുന്നു. ഈ വലിയ അംഗീകാരത്തിന് മകൻ ദേശീയ തലത്തിൽ ശ്രദ്ധ നേടുമ്പോൾ ആരോടാണ് ഞാൻ നന്ദി ചൊല്ലേണ്ടത് എന്ന വലിയ ചോദ്യമായിരുന്നു ഈ മനസ്സിൽ നിന്ന് ഉയർന്നത്. നമ്മുടെ പ്രാക്ടീസിനൊക്കെ പോകുമ്പോൾ രാവിലെ ഒന്നും കഴിക്കാതൊക്കെ ഇറങ്ങിപ്പോന്നെ. എനിക്ക് കാലുവേദനയായിട്ട് എനിക്ക് അങ്ങോട്ട് നടക്കാൻ പറ്റത്തില്ല. അങ്ങനെ രാവിലെ ഒന്നും കഴിക്കാതെ ഇവിടെ നിന്ന് പോകും. ഉമ്മച്ചി വേഗം എൻ്റെ മുണ്ടക്കയത്തേക്ക് സാറ് വേഗം വരും. ഞാൻ ഇവിടെ ഒന്നും പറഞ്ഞില്ലെന്നും പറഞ്ഞാലും അങ്ങ് ഓടിപ്പോന്നും കഴിക്കാതെ ഇവിടെ നിന്ന് പോകും. സാറുമാർക്കൊക്കെ ആകുമ്പോൾ നല്ല കാര്യമാണ്. ടീച്ചർമാരും എനിക്ക് നന്ദിയുണ്ട്. നീ ഇന്നലെ രാജോട് സാറും അനു സാറിനോടൊക്കെ ഒരു വഴി ഒരുക്കി തന്നേനും നന്നാവും. പിള്ളേരായിട്ട് ഇവനായിട്ട് തന്നെ നമുക്കൊരു നല്ല വഴി ഉണ്ടാവും. സാറിനോടൊക്കെ ഞാനും ഒട്ടും നല്ല പ്രതീക്ഷയായിരുന്നു. സാറ് ഇന്നലെ പറയായിരുന്നേ, പിന്നെ മിനിയാന്ന് വർത്താനം പറഞ്ഞപ്പോഴും മനോജ് സാർ പറഞ്ഞു അതിന് സമ്മാനം ഉറപ്പാ സാറേ എന്നോട് പറഞ്ഞു. ഞങ്ങൾ ആനിവേഴ്സറിക്കായാലും ഈ കാര്യങ്ങൾക്ക് പിള്ളേരോടൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ് രാവിലെ വിളിച്ചു. അമ്മച്ചി എന്നാ പറഞ്ഞു, എല്ലാരും നമ്മുടെ വീട് കാണിയല്ലോ ചോദിച്ചോ. അങ്ങനൊന്നും പറയണ്ട അമ്മച്ചി, നമ്മുടെ വീട് കാണും, എനിക്ക് കാണാൻ പറ്റി എന്ന് പറഞ്ഞു എന്നോടെ. വേറെ ഞാൻ പറഞ്ഞില്ല പറഞ്ഞേ, ഞാനൊന്നും പറഞ്ഞില്ല. അവൻ വന്ന് സാർക്ക് വരുന്നല്ലേ. സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ആന്റണി ജോസ് വട്ടക്കുന്നേൽ, ഹെഡ്മാസ്റ്റർ TM ജോസഫ്, സ്കൂൾ മാനേജർ ഫാദർ കുര്യൻ വേങ്ങത്താനം CMI, മരങ്ങാട്ടുപള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബെൽജി ഇമ്മാനുവൽ, പഞ്ചായത്ത് അംഗം സാബു തെങ്ങമ്പള്ളിൽ, സ്കൂൾ PTA പ്രസിഡന്റ് അഗസ്റ്റിൻ കാവുകാട്ട്, കായിക അധ്യാപകൻ അലോഷ്യസ് ജേക്കബ് എന്നിവരുടെ നേതൃത്വത്തിലാണ് സ്കൂളിലെ അധ്യാപക അനധ്യാപകരും പൗരപ്രമുഖരും അഖിലിന്റെ വീട്ടിലെത്തി ആശംസാ വചസ്സുകൾ കൈമാറിയത്. കുരിനാട് സെന്റ് ആൻസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ കായിക രംഗത്തെ ഏറ്റവും വലിയ വിജയമാണ്. ഇത്രയും കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വിജയമാണ്. ദേശീയ തലത്തിൽ അഖിൽ സാബു മത്സരത്തിൽ സ്വർണം നേടിയതിൽ നിങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. പ്രത്യേകിച്ചും വളരെ ലളിതമായ ജീവിത സാഹചര്യത്തിൽ നിന്നും ഉയർന്നു വന്ന ഒരു കായിക താരം എന്നുള്ളതിൽ ഈ നേട്ടത്തിന് വളരെയധികം അതിന് മാറ്റുകൂട്ടുന്നുണ്ട്. ഞങ്ങളെല്ലാവരും അതിൽ സന്തോഷിക്കുന്നു. അതുപോലെ അഖിൽ സാബുവിൻ്റെ മാതാപിതാക്കളെയും സഹോദരനെയും എല്ലാവരെയും അനുമോദിക്കുന്നു. ഇനിയും അവൻ്റെ ജീവിതത്തിൽ വിജയങ്ങളും നന്മകളും ധാരാളമായിട്ടുണ്ടാകുമെന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സ്കൂളിലെ ആളുകളുടെയും PTA-യുടെയും മറ്റ് നാട്ടിലെ പ്രധാനപ്പെട്ട ആളുകൾ, രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരുടെയും ചേർത്തൊരു ആലോചനാ യോഗം നാളെ രാവിലെ 9:00 സ്കൂളിൽ കൂടാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ എല്ലാവരുടെയും ഒരു സഹകരണം കൊണ്ട് എന്താണ് അഖിലിൻ്റെ വീടിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളതിനെപ്പറ്റി പഞ്ചായത്ത് പ്രസിഡന്റ്, മെമ്പറും PTA എല്ലാം കൂടി ആലോചിച്ച ഒരു തീരുമാനത്തിലെത്താം എന്നാണ് ഇപ്പോൾ ഒരു ധാരണ. പിന്നെ വരുമ്പോൾ നല്ലൊരു സ്വീകരണം ഒരുക്കണം എന്നുള്ള ഒരു ധാരണയിലുമാണ് ഇരിക്കുന്നത്. ഒരു 6-ാം തീയതിയാണ് വരുന്നത്. 7-ാം തീയതിയോ പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് മെമ്പറും അതിന് മുൻകൈ എടുത്തിട്ടുണ്ട്. PTA-കാരെ സഹകരിപ്പിച്ചുകൊണ്ട് ഒരു നല്ല സ്വീകരണം കൊടുക്കണം. ഒരു സ്ഥായിയായിട്ടുള്ള എന്തെങ്കിലും ഒരു സഹായം വീട് വയ്ക്കുന്നതിനോ സ്ഥലം വാങ്ങുന്നതിനോ ചെയ്യാൻ കഴിയുമെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഇതിനകം ഒരു താല്പര്യവും പ്രതീക്ഷയും പ്രകടിപ്പിച്ചിട്ടുള്ളത്. ആ ഒരു നിലയ്ക്കാണ് കാര്യങ്ങൾ നിൽക്കുന്നത്.